ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ജാപ്പനീസ് കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇക്കിഗായ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ലൈഫിനൊരു പേർപ്പസ്, ഒരു ലക്ഷ്യമൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണിത്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കെപ്പോഴെങ്കിലും ഭയങ്കര മടി, ഒരു ഉത്സാഹക്കുറവൊക്കെ തോന്നിയിട്ടുണ്ടോ? രാവിലെ എണീക്കുമ്പോഴൊക്കെ എന്തിനാ ഇപ്പോ ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണല്ലേ? പക്ഷേ പേടിക്കണ്ട, ഈ ഒരു ഫീലിംഗിന് മറികടക്കാൻ അതിനൊരു പരിഹാരമായിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ ഇക്കിഗായ്? സിമ്പിളായി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ റീസൺ ഫോർ ബീയിങ് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മുടെ ജീവിതത്തിന് ഒരു മീനിംഗ് തരുന്ന ആ ഒരു കാര്യമില്ലേ, അതാണ് നമ്മുടെ ഇക്കിഗായ്. നമ്മൾ പറയില്ലേ, രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം വേണമെന്ന്. ആ കാരണം, അതാണ് ഇക്കിഗായ്. എല്ലാ ദിവസവും രാവിലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് യെസ് ഇന്നെനിക്കിത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം. നമ്മുടെ ആ മടിയും മടുപ്പുമെല്ലാം പമ്പ കടത്തുന്ന ഒരു മാജിക് കീ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാ നമ്മുടെ ഇക്കിഗായ് കണ്ടുപിടിക്കുക? വെറുതെ ഒരു ഫിലോസഫി പറഞ്ഞു പോവുകയല്ല. ഇതിന് കൃത്യമായ ഒരു വഴിയുണ്ട്, ഒരു ഫ്രെയിംവർക്ക്, 4 സിമ്പിൾ റൂൾസ്. നമുക്ക് നോക്കാം. ഇതാണ് ആ 4 കാര്യങ്ങൾ. 1. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ള കാര്യം എന്താണ്? വാട്ട് യു ലവ്. 2. നിങ്ങൾ എന്തിലാണ് മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി? വാട്ട് യു ആർ ഗുഡ് അറ്റ്. 3. ഈ ലോകത്തിന് എന്താണ് ആവശ്യം? നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോകത്തിന് എന്ത് കൊടുക്കാൻ പറ്റും? പിന്നെ 4-മത്തെ, ഏറ്റവും പ്രാക്ടിക്കലായ കാര്യം, നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയുന്ന എന്ത് കാര്യമാണുള്ളത്? ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന ആ ഒരു പോയിന്റില്ലേ, അതാണ് നിങ്ങളുടെ ഇക്കിഗായ്. ഇതിനെ ഒരു 4 സർക്കിൾസ് ആയിട്ട് സങ്കല്പിച്ച് നോക്കിക്കേ. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ മിഷൻ, നിങ്ങളുടെ വൊക്കേഷൻ, നിങ്ങളുടെ പ്രൊഫഷൻ. ഈ 4 സർക്കിളുകളും കൂടി ചേർന്നൊരു സ്വീറ്റ് സ്പോട്ടുണ്ട് നടുക്ക്. ആ പോയിന്റാണ് ഇക്കിഗായ്. അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും പളവും എല്ലാം ഒരുമിച്ച് കിട്ടുന്നത്. ഒരു പെർഫെക്റ്റ് ബാലൻസ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കിഗായ്, നിങ്ങളുടെ ആ ഒരു പേർപ്പസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മടിയോ മടുപ്പോ ഒന്നും അധികകാലം അവിടെ നിൽക്കില്ല. അതങ്ങോട്ട് പോകും. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു മീനിംഗ് ഉണ്ടാകും. ആ ഒരു ഫീലിംഗ് തന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോ പോകുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? എന്താണ് നിങ്ങളുടെ കാരണം? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഇക്കിഗായ് എന്തായിരിക്കും? ചിലപ്പോ ഈ ഒരു ചിന്ത മതിയാവും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ഡിറക്ഷൻ കിട്ടാൻ. അപ്പോ അടുത്ത തവണ കാണാം.